ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 7ാം ക്ലാസ്സിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററായ എ റോബോട്ട് വിത്ത് എ വൈറസ് എന്ന പാഠത്തിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് ഒരു ഇമെയിൽ എഴുതുന്നത് എന്നാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. വീഡിയോ ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്കറിയാം, പല ആവശ്യങ്ങൾക്കുമായിട്ട് നമുക്ക് ഇമെയിലുകൾ എഴുതേണ്ടി വരും. അപ്പോൾ ഇമെയിൽ എഴുതുന്നതിനുള്ള ഒരു കോമൺ ഫോർമാറ്റ് നമ്മൾ പഠിച്ചിരിക്കണം. അതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു 7ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ആക്ടിവിറ്റിയാണത്. നമുക്ക് ആ ആക്ടിവിറ്റി ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ആക്ടിവിറ്റി നോക്കാം. സാറ ഹാസ് ബോട്ട് എ വാഷിംഗ് മെഷീൻ ഫ്രം എ പോപ്പുലർ ഔട്ട്ലെറ്റ്. Unfortunately, it has stopped working. Here is an email sent to the company to get it repaired. അപ്പോൾ ഇവിടെ സാറ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിയിട്ടുണ്ട്. ആ വാഷിംഗ് മെഷീന് ചില പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചു, അത് കേടായിപ്പോയി. അപ്പോൾ അത് മാറ്റിത്തരാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഇമെയിൽ മോഡൽ ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും മുകളിൽ നമ്മുടെ അഡ്രസ്സാണ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ പേരാണ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ മെയിൽ അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. അതിന് താഴെയായിട്ട് നമ്മൾ ഏത് ഇമെയിലിലേക്കാണ് ഈ കാര്യങ്ങൾ അയക്കുന്നത് ആ ഇമെയിൽ അഡ്രസ്സാണ് കൊടുക്കേണ്ടത്, ടു എന്നുള്ളത്. അതുപോലെ SUB ഫോർ സബ്ജക്റ്റ് എന്നുള്ള കോളത്തിൽ എന്താണ് വിഷയം, എന്താണ് സംഭവം എന്നുള്ളത് നമ്മളൊരു സെൻറ്റൻസിൽ എഴുതുക. അപ്പോൾ ഇവിടെ കംപ്ലൈൻറ്റ് റിഗാർഡിംഗ് വാഷിംഗ് മെഷീൻ, പിന്നെ അതിൻ്റെ താഴെ അഭിസംബോധനയായിട്ട് സർ എന്ന് കൊടുത്തിട്ടുണ്ട്. I purchased a washing machine from your company a few weeks ago. നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് ഞാനൊരു വാഷിംഗ് മെഷീൻ മേടിച്ചു ഏതാനും ആഴ്ചകൾക്ക് മുൻപ്. But it is not working now. പക്ഷെ അതിപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. Kindly attend to the issue at the earliest. എത്രയും വേഗം ഈ പ്രശ്നം അറ്റൻഡ് ചെയ്യണം. Copies of necessary documents are attached. അപ്പോൾ ഇതിൻ്റെ ആവശ്യമായ രേഖകൾ ഇതോടൊപ്പം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എന്ന് സാറ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഇമെയിൽ മാതൃകയാണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത്. ഇനി നമ്മുടെ പാഠഭാഗത്തിലേക്ക് വരാം. റിക്കി kept on complaining to his parents about the robot, but they didn't listen to him. അപ്പോൾ റിക്കി പലതവണയായി റിക്കിയുടെ പേരൻസിനോട് ഈ റോബോട്ടിനെ കുറിച്ചുള്ള പരാതികൾ പറഞ്ഞെങ്കിലും അവരത് കാര്യമായി എടുത്തില്ല. So he decided to register a complaint through email with the robot manufacturing company. അപ്പോൾ റിക്കി ഇവിടെ ഒരു കാര്യം തീരുമാനിച്ചിരിക്കുകയാണ്, അതായത് ഒരു ഇമെയിൽ അയക്കുകയാണ്. ഈ കമ്പ്യൂട്ടർ നിർമ്മിച്ച കമ്പനിക്ക് ഒരു ഇമെയിൽ അയക്കുകയാണ്. അവരോട് ഈ തെറ്റായ പ്രോഗ്രാം ചെയ്തിരിക്കുന്ന ഈ റോബോട്ട് ഒന്ന് മാറ്റി ഒരു നല്ല റോബോട്ട് പകരം അയച്ചു തരണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇമെയിലാണ് ഇവിടെ അയക്കുന്നത്. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് ഹെൽപ്പ് ഹിം പ്രിപ്പയർ ആൻ ഇമെയിൽ. അതിൻ്റെ ഒരു സ്ട്രക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മെയിൽ അഡ്രസ്സ്, പേര്, അതുപോലെ ടു അഡ്രസ്സ്, സബ്ജക്റ്റ്, അതിനുശേഷം ഈ ഇമെയിലിൻ്റെ ബോഡി ഓഫ് ദി ഇമെയിൽ എഴുതാനുള്ള ഭാഗം. ഇത്രയും ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഇമെയിൽ എങ്ങനെ എഴുതാം എന്ന് നോക്കാം. ഏറ്റവും ആദ്യമായി വേണ്ടത് ആരാണ് ഇമെയിൽ അയക്കുന്നത് എന്ന കാര്യം ഫ്രം എന്ന് പറഞ്ഞിട്ട് എഴുതുക. അപ്പോൾ ഇവിടെ റിക്കി സ്മിത്ത്, അതോടൊപ്പം തന്നെ ഇമെയിൽ അഡ്രസ്സ് കൂടി നമുക്ക് ചേർക്കാം. rickysmith@gmail.com എന്നോ അങ്ങനെ ഒരു മെയിൽ അഡ്രസ്സ് നമുക്ക് കൊടുക്കാം. ടു കസ്റ്റമർ സപ്പോർട്ട് റോബോടെക് സൊല്യൂഷൻസ്, അവിടെയും അവരുടെ ഇമെയിൽ നമ്പർ, ഇമെയിൽ അഡ്രസ്സ് കൂടി നമുക്ക് ചേർക്കാവുന്നതാണ്. ഇനി സബ്ജക്റ്റ് നമ്മൾ എന്താണ് കൊടുക്കുക? കംപ്ലൈൻറ്റ് റിഗാർഡിംഗ് മിസ് പ്രോഗ്രാംഡ് ബട്ട്ലർ റോബോട്ട്. അപ്പം ബട്ട്ലർ റോബോട്ടിൻ്റെ ഒരു കംപ്ലൈൻറ്റിനെ കുറിച്ചുള്ള പരാതിയാണ് ഈ ഒരു ഇമെയിൽ. അപ്പോൾ സബ്ജക്റ്റ് നമ്മൾ കൊടുത്തു. ഇനി നമുക്കിതിൻ്റെ ബോഡി ഭാഗമാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ അഭിസംബോധന ചെയ്യാം. ഡിയർ Robotech Solutions Customer Support. I hope this email finds you well. My name is Ricky Smith and I am writing to express my concerns regarding a recently purchased butler robot manufactured by your company. അപ്പോൾ ആദ്യത്തെ ഒരു പാരഗ്രാഫായിട്ട് ഈ കാര്യങ്ങളൊക്കെ എഴുതുക. ഞാൻ എൻ്റെ പേര് സ്വയം പരിചയപ്പെടുത്തുകയാണ്. റിക്കി സ്മിത്ത് എന്നാണ്. ഞാൻ ഈ ഇമെയിൽ അയക്കുന്നത് ഒരു ബട്ട്ലർ റോബോട്ടിൻ്റെ കംപ്ലൈൻറ്റിനെ കുറിച്ച് പറയാനാണ്. ഡെസ്പൈറ്റ് ഇറ്റ്സ് ഇൻറ്റൻറ്റഡ് ഫങ്ഷണാലിറ്റി, അതിനെ ഉപയോഗിക്കുന്ന ആവശ്യം എന്താണ്, വീടും കാര്യങ്ങളെല്ലാം നന്നായിട്ട് നോക്കാനാണ്. പക്ഷേ
I have observed that the robot has been misprogrammed to collect and store my personal belongings without my consent. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു റോബോട്ടിന്റെ പ്രോഗ്രാമിങ്ങിൽ എന്തോ ഒരു പിഴവ് പറ്റിയിട്ടുണ്ട്. അത് മിസ്പ്രോഗ്രാംഡ് ആണ്, തെറ്റായി പ്രോഗ്രാം ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ ചില പേഴ്സണൽ ആയിട്ടുള്ള സാധനങ്ങൾ അത് എൻ്റെ അനുവാദമില്ലാതെ ഈ റോബോട്ട് എടുത്തുകൊണ്ട് പോവുകയാണ്. This has resulted in frequent instances where I cannot locate important items such as my favorite t-shirt and football. അപ്പോൾ ഇങ്ങനെ ഈ റോബോട്ട് തെറ്റായി എൻ്റെ പല വസ്തുക്കളും അനുവാദമില്ലാതെ എടുത്തുകൊണ്ട് പോകുന്നത് കൊണ്ട് എൻ്റെ പല വസ്തുക്കളും, പ്രത്യേകിച്ച് എൻ്റെ ടീഷർട്ട് അതുപോലെ ഫുട്ബോളൊക്കെ കാണാതായിട്ടുണ്ട്. I have brought this matter to the attention of my parents multiple times. ഈ കാര്യം ഞാൻ എൻ്റെ രക്ഷിതാക്കളോട് പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനവും ഉണ്ടായില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇമെയിൽ നിങ്ങൾക്ക് അയക്കുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ദേ ഹാവ് നോട്ട് ടേക്കൺ മൈ കൺസേൺസ് സീരിയസ്ലി. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അവർ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. Therefore, I am reaching out to your esteemed company directly to request immediate assistance. അപ്പോൾ നിങ്ങളുടെ സഹായത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഇമെയിൽ അയക്കുന്നത്. I kindly request that you replace this misprogrammed robot with a properly functioning unit. അപ്പോൾ നിങ്ങൾ ഈ ഒരു റോബോട്ട് തിരികെ എടുത്തുകൊണ്ട് പകരം ഒരു വർക്കിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ കറക്റ്റായിട്ട് പ്രോഗ്രാം ചെയ്തിട്ടുള്ള ഒരു റോബോട്ടിനെ എത്രയും വേഗം എത്തിക്കുക. അറ്റ് യുവർ ഏർലിയസ്റ്റ് കൺവീനിയൻസ്. നിങ്ങൾക്ക് എപ്പോഴാണോ എത്രയും പെട്ടെന്ന് പറ്റുന്ന ഏത് സമയത്താണോ അപ്പോൾ അത് വീട്ടിൽ തിരിച്ച് മറ്റേത് മാറ്റിയിട്ട് പുതിയത് എത്തിക്കുക. I have attached the purchase receipt and any necessary documentation for your reference. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള രേഖകൾ, ഇത് വാങ്ങിയതിൻ്റെ രേഖകളും മറ്റു രേഖകളും ഈ ഇമെയിലിനൊപ്പം ഞാൻ അയക്കുന്നു. Please let me know the next steps to resolve this issue promptly. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുക. I look forward to your prompt response. അപ്പോൾ നിങ്ങളുടെ മറുപടി പ്രതീക്ഷിക്കുന്നു. And a satisfactory resolution to this matter. ഈ പ്രശ്നത്തിനൊരു സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു പരിഹാരം എത്രയും പെട്ടെന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ യുവർ അറ്റൻഷൻ ടു ദിസ് അർജന്റ് ഇഷ്യൂ. ഈ ഒരു പ്രശ്നത്തിൽ നിങ്ങളുടെ റെസ്പോൺസ് അതിന് ഞാൻ നന്ദി പറയുന്നു. ഇനി ഏറ്റവും താഴെയായിട്ട് ഇമെയിൽ എഴുതിയ ആളുടെ പേര് കൂടി ചേർക്കുക. സിൻസിയർലി റിക്കി സ്മിത്ത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഈ ഒരു ഇമെയിൽ എഴുതാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഉപകാരപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.